ഹായ് അവളിപ്പോൾ വാഴ 2 കണ്ടു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഗംഭീര സിനിമ. ശരിക്കും ചില മൂവീസ് ഉണ്ട് നമ്മുടെ ഹാർട്ട് ടച്ച് ചെയ്യുന്ന മൂവീസ്. ഇത് അതുപോലത്തെ ഒരു പടമായിരുന്നു. വാഴ ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോഴത്തേക്കും അതിലെ 1-2 സീൻസ് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീൻസ് മാത്രമേ എനിക്ക് പേഴ്സണലി കണക്ട് ആയുള്ളൂ. ബാക്കിയൊക്കെ കുഴപ്പമില്ല, ജസ്റ്റ് കണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ എനിക്ക് ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ തോന്നിയുള്ളായിരുന്നു. പക്ഷേ ഈ സിനിമ, ഈ സെക്കൻഡ് പാർട്ട്, ഇത് ഒരു രക്ഷയില്ല. തുടക്കം തൊട്ട് ഒടുക്കം വരെ കംപ്ലീറ്റ്ലി കോമഡിക്ക് കോമഡി, പെർഫോമൻസിന് പെർഫോമൻസ്, അതുപോലെ തന്നെ നമ്മൾ ഇമോഷണലി ടച്ച് ചെയ്യുന്ന കുറേ മൊമെൻറ്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ഈ കൊല്ലം ഇറങ്ങിയതിൽ വെച്ച് ഞാൻ മലയാള സിനിമയിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് മൂവി ആയിട്ട് ഇത് പറയും. ഇത് ഒട്ടും അതിശയോക്തിയല്ല. എനിക്ക് അത്രയും തിയേറ്ററിൽ ഇരുന്ന് അത്രയും നല്ല ആ മൊമെൻറ്റ്സ് ഒക്കെ ഫീൽ ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ അകത്ത് പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇവർ ഈ റീൽസിൻ്റെ അകത്തൊക്കെ ഈ തമാശ ചെയ്യുന്ന മാത്രമാണ് പെർഫോമൻസ്. പക്ഷേ ഇവർ പടത്തിലേക്ക് വരുമ്പോൾ ഇവരെ ഇമോഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന രീതി എന്തായാലും പെർഫോമേഴ്സാണ് ഇവരൊക്കെ. ശരിക്കും റീലിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല ഈ ഹാഷ്റൂം ഇവരുടെ കൂട്ടാളികളൊക്കെ. ശരിക്കും ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു മൂവി. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി തിയേറ്റർ വാച്ച് റെക്കമെൻഡഡ് ആണ്. അത് നല്ലൊരു ക്രൗഡിൻ്റെ കൂടെ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഫാമിലിയായിട്ടൊക്കെ പോയി കാണാൻ പറ്റുന്നൊരു മൂവി. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് താങ്ക് യു വിപിൻ ദാസ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒരു രക്ഷയില്ല. ശരിക്കും എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട് ഈ പടം കണ്ടതിൽ. എൻ്റെ കൊടുത്ത ആ 200 രൂപ മുതലാക്കി തന്നൊരു മൂവിയായിട്ട് എനിക്ക് തോന്നി. കാരണം സന്തോഷമായി. ശരിക്കും ബയോപിക് ഓഫ് മില്യൺ ബ്രോസ്, അത് അടിവരയിട്ട് പറയുന്ന മൂവിയായിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പടം തിയേറ്ററിൽ പോയി കാണാം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.